നീ ഓടി അകന്നു കളയുന്ന, ക്ഷണിക്കാതെ അതിഥിയായി പൊടുന്നനെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിന്നെ തേടിപ്പിടിച്ച് നിന്നെ പിടികൂടുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെ നീ ഓർക്കുക. മരണത്തെ നീ ഓർക്കുക. മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണിൽ നീ മണ്ണോട് മണ്ണായിത്തീരുന്ന, എല്ലും നുറുമ്പുമായി തീരുന്ന, നിന്റെ വാലസ്ഥി മാത്രം ബാക്കിയാകുന്ന, നീ ദ്രവിക്കപ്പെടുന്ന, നശിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നീ എത്തിച്ചേരുമെന്ന് നീ ഓർക്കുക. മണ്ണിന് മുകളിലൂടെ, ഭൂമിക്ക് മുകളിലൂടെ നീ നടക്കുമ്പോൾ ഈ മണ്ണിന് ചുവട്ടിൽ 6 അടി മണ്ണിൽ നീ കിടക്കേണ്ടവനാണ് എന്ന മരണചിന്ത. അബ്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, അബ്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. ഭൗതികമായ സുഖാസ്വാദനങ്ങളെ മുഴുവൻ നിഷ്കാസനം ചെയ്യുന്ന, മുറിച്ചു കളയുന്ന മരണമെന്ന ഏറ്റവും വലിയ ഉപദേശകൻ, അവനെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അൽ മൗതു അദ്നാ മിൻ ശിറാകിൻ അലൈഹി, ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ നിന്നോട് അടുത്തവനായ, നീ ഓടി അകന്നു കളയുന്ന, ക്ഷണിക്കാതെ അതിഥിയായി പൊടുന്നനെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിന്നെ തേടിപ്പിടിച്ച് നിന്നെ പിടികൂടുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെ നീ ഓർക്കുക. അൻ തദ്കുറൽ മൗത വൽ ബിലാ വമൻ അറാദൽ ആഖിറത, ആഖിറത്തെ ലക്ഷ്യമാക്കുക. ദുനിയാവിൽ പരലോകത്തെ, സ്വർഗത്തിലേക്കുള്ള പ്രതീക്ഷകൾ നീട്ടിവെച്ചുകൊണ്ട് ജീവിക്കുക. എങ്കിൽ ദുനിയാവ് നിന്റെ പിന്നാലെ വരും, കീഴ്പ്പെടുത്തപ്പെട്ട മാൻപേടയെ പോലെ. ദുനിയാവിന് വേണ്ടി ജീവിക്കുകയും ആഖിറത്തെ മറക്കുകയുമാണെങ്കിൽ നിന്റെ കൺമുമ്പിൽ ദാരിദ്ര്യമായിരിക്കും, നിന്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമാകും. ദുനിയാവിന്റെ പിന്നാലെ ജീവിതകാലം മുഴുവൻ ദുനിയാവിന് വേണ്ടി ജനിച്ച്, ദുനിയാവിന് വേണ്ടി ജീവിച്ചു, ദുനിയാവിന് വേണ്ടി മരിക്കുന്നവരായി, ദുനിയാവിന്റെ സന്താനമായി നീ മണ്ണോടടിയും. വമൻ അറാദൽ ആഖിറ തറക സീനത്തദ് ദുനിയ, ആഖിറത്തെ ലക്ഷ്യമാക്കി ദുനിയാവിന്റെ സൗന്ദര്യവും ദുനിയാവിന്റെ പളവളപ്പുകളും ദുനിയാവിന്റെ ഹരിതാപവും മനോഹാരിതയും ആഖിറത്തിന് വേണ്ടി നീ ത്യജിക്കുന്നുവെങ്കിൽ, ആവശ്യത്തിന് മാത്രം അത് ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ, ഫമൻ ഫഅല ദാലിക, ഇങ്ങനെ ആരാണോ പ്രവർത്തിക്കുന്നത്, ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അവനാകുന്നു അല്ലാഹുവിനോട് ലജ്ജ പാലിക്കേണ്ടതുപോലെ ലജ്ജ പാലിക്കുന്നവൻ, ലജ്ജയുടെ മുറപ്രകാരം ലജ്ജിക്കുന്നവൻ അവനാണ്. ഈ ലജ്ജയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.